ചുളിഞ്ഞ ഷർട്ടുമിട്ട് ചീകി ഒതുക്കാത്ത മുടിയുമായി കേരള ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു അപൂർവ വ്യക്തിത്വം. ജീവിതത്തിലും തന്റെ പ്രവർത്തന മണ്ഡലത്തിലും ആ അപൂർവത കാത്തു സൂക്ഷിച്ച വ്യക്തി. പേരിലും ഉണ്ടായിരുന്നു ആ അപൂർവത. ചുറ്റും ഒരു ആൾക്കൂട്ടമില്ലാതെ ഒരിക്കൽ പോലും കാണുവാൻ സാധിക്കാത്ത കേരളത്തിന്റെ മലയാളികളുടെ ഉമ്മൻചാണ്ടി. കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത നേതാവ്. മുഖ്യമന്ത്രി എന്ന മേൽവിലാസത്തിലും അതില്ലാതെയും ഒരു കയ്യൊപ്പിൽ, ഒരു ഫോൺ വിളിയിൽ അനേകർക്ക് തണലായ കുഞ്ഞുഞ്ഞ്. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെയും കേരളത്തിലെ ഒരു നിർണായക കാലഘട്ടത്തെയും നമുക്ക് അടുത്തറിയാം. ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ഒക്ടോബർ 3 വേമ്പനാട്ട് കായലിന്റെ തീരത്തെ ഒരു കൊച്ചു ഗ്രാമമായ കുമരകം. പുതുപ്പള്ളി വള്ളക്കാലിൽ കെ.ഒ. ചാണ്ടിയുടെയും കുമരകം ഒരുവെട്ടിത്തറ വീട്ടിൽ ബേബിയുടെയും 3 മക്കളിൽ രണ്ടാമത്തെ മകനായി ഉമ്മൻചാണ്ടി ജനിക്കുന്നു. അമ്മ വീടായ കുമരകത്തെ ഒരു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഉമ്മൻചാണ്ടി ജനിച്ചതെങ്കിലും പിതാവിന്റെ നാടായ പുതുപ്പള്ളിയാണ് ഉമ്മൻചാണ്ടിയെ കേരളത്തിന്റെ അമരക്കാരനായ സാക്ഷാൽ ഉമ്മൻചാണ്ടിയാക്കി മാറ്റിയത്. ബൽസമ്മ എന്ന അച്ചാമ്മയാണ് മൂത്ത സഹോദരി. സഹോദരൻ അലക്ഷ്മി ചാണ്ടി. ചെറുപ്പം മുതലേ കുടുംബത്തിലെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളായി സണ്ണി എന്ന ഓമന പേരിൽ ഉമ്മൻചാണ്ടി വളർന്നു. എന്നാൽ സണ്ണി എന്ന ഓമന പേരുള്ളപ്പോഴും ചെറുപ്പം മുതലേ ആ കുഞ്ഞ് എല്ലാവരോടും തന്നെ പരിചയപ്പെടുത്തിയിരുന്നത് കുഞ്ഞുഞ്ഞെന്നായിരുന്നു. അങ്ങനെ സണ്ണി മെല്ലെ കുഞ്ഞുഞ്ഞായി മാറി. തിരുവിതാംകൂറിലെ അന്നത്തെ നിയമസഭയായ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 1928 മുതൽ 1931 വരെ അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പച്ചനായ വള്ളക്കാലിൽ കുടുംബത്തിലെ വി.ജെ. ഉമ്മൻ. അങ്ങനെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാരമ്പര്യമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. പുതുപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിലും അങ്ങാടി MD LP സ്കൂളിലും പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഹൈസ്കൂളിലുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസം. 1958 സെയിന്റ് ജോർജ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ KSU യൂണിറ്റ് സെക്രട്ടറിയായി അദ്ദേഹം ചുമതലയേറ്റു. അപ്പച്ചന്റെ സ്മാരകമായി പുതുപ്പള്ളിയിൽ കുടുംബം വക സ്കൂൾ ഉണ്ടായിരുന്നു, വി.ജെ. മെമ്മോറിയൽ UP സ്കൂൾ. അക്കാലത്ത് ആലപ്പുഴ, കുട്ടനാട്, കോട്ടയം മേഖലയിൽ ജനങ്ങൾ ഗതാഗതത്തിനായി കൂടുതലും ആശ്രയിച്ചിരുന്നത് ബോട്ടുകളെയായിരുന്നു. അവയുടെ യാത്രാ നിരക്ക് ഒരണയിൽ നിന്ന് 10 പൈസയാക്കി വർദ്ധിപ്പിച്ചത് ജനങ്ങളെ വലച്ചു. ഒരണയ്ക്ക് ബോട്ട് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ KSUവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭമാണ് ഒരണ സമരം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ആ ഒരണ സമരകാലത്ത് പഠിപ്പ് മുടക്കി ഈ സ്കൂളിലേക്ക് നടത്തിയ പ്രകടനത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം. അക്കാലയളവിൽ തന്നെ മലയാള മനോരമയുടെ ബാലജന സഖ്യത്തിലും ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചു. 1961 ബാലജന സഖ്യം സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതുതന്നെയായിരുന്നു കേരള രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവിന് അടിത്തറ പാകിയതും. കോട്ടയം CMS കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിയും ചങ്ങനാശ്ശേരി SB കോളേജിൽ BA എക്കണോമിക്സും എറണാകുളം ലോ കോളേജിൽ നിന്ന് BL-ഉം അദ്ദേഹം പൂർത്തിയാക്കി. AK ആന്റണിയുമായി വളരെ അടുത്ത ആത്മബന്ധം പുലർത്തിയിരുന്നു ഉമ്മൻചാണ്ടി. വർഷങ്ങൾ നീണ്ട അവരുടെ ഊഷ്മള ബന്ധം. അദ്ദേഹവുമായുള്ള അടുത്ത ബന്ധം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഊർജം പകർന്നു. തലശ്ശേരിയിൽ നടന്ന KSU സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഉമ്മൻചാണ്ടി KSU സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നത്. വയലാർ രവി പ്രസിഡന്റും AK ആന്റണി ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന KSU. MA ജോണും വയലാർ രവിയുമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന KSU-കാരനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതെങ്കിലും AK ആന്റണിയുടെ പിന്തുണ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ വളർച്ചയ്ക്ക് അടിത്തറ പാകിയത്. ആന്റണിയുടെ പിൻഗാമിയാകുവാനും അതിനാൽ തന്നെ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു. 1964 AK ആന്റണി KSU പ്രസിഡന്റ് ആയപ്പോൾ ഉമ്മൻചാണ്ടി KSU ജനറൽ സെക്രട്ടറിയായി. 1967 KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആന്റണി മാറിയപ്പോൾ KSUവിന്റെ അമരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്റണിയുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ തന്നെ. അധികം താമസിയാതെ തന്റെ മികവുറ്റ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ബാക്കിപത്രം എന്നോണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് ഉമ്മൻചാണ്ടി എത്തപ്പെട്ടു. എന്നാൽ അവിടെ കൊണ്ട് തന്റെ രാഷ്ട്രീയ ജീവിതം തീർക്കുവാൻ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തെ സ്നേഹിച്ചവരും തയ്യാറായിരുന്നില്ല. കേരള തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ ചുവടുവയ്പ്പിന് ഉമ്മൻചാണ്ടി തയ്യാറെടുത്തു.
1970 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനായി ഉമ്മൻചാണ്ടി ഇറങ്ങി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ EM ജോർജിനെ 7258 വോട്ടിന് ഉമ്മൻചാണ്ടി തോൽപ്പിക്കുന്നു. അങ്ങനെ പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞ് ആദ്യമായി MLA ആയി കേരള നിയമസഭയിൽ രംഗപ്രവേശം ചെയ്യുന്നു. കേന്ദ്ര സംസ്ഥാന തലങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച വിജയമായിരുന്നു ആ 27കാരൻ്റേത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് പിളർന്ന് ദുർബലമായി നിൽക്കുന്ന സമയത്തായിരുന്നു CPM-ന്റെ ശക്തി കേന്ദ്രമായിരുന്ന പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി വിജയക്കൊടി പാറിച്ചത്. അങ്ങനെ കോൺഗ്രസ് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ആ യുവ നേതാവിന്റെ പേര് കോറിയിടപ്പെട്ടു. താൻ ആദ്യമായി വിജയക്കൊടി പാറിച്ച പുതുപ്പള്ളി പിന്നീട് ഒരിക്കലും ഉമ്മൻചാണ്ടിയെ കൈവിട്ടില്ല. 11 തിരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളിക്കാർ അവരുടെ ഹൃദയങ്ങളിൽ കയറിപ്പറ്റിയ കുഞ്ഞൂഞ്ഞിന്റെ പേര് ബാലറ്റിൽ കുത്തി. MLA ഹോസ്റ്റലിലെ 38-ാം നമ്പർ മുറി ഉമ്മൻചാണ്ടിക്ക് മാത്രമുള്ളതായി മാറി. 1977 ഏപ്രിൽ 11-ന് K. കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ആദ്യമായി മന്ത്രിയായി. തൊഴിൽ വകുപ്പായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചത്. അടിയന്തരാവസ്ഥ കാലമായിരുന്നു അത്. അന്ന് നടന്ന ഒരു കൊലപാതകവും അതിനെ തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളും മറ്റ് സംഭവങ്ങളുമാണ് രാജൻ കേസ് എന്നറിയപ്പെടുന്നത്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന P. രാജൻ വാര്യരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണ് കേസിന് ആധാരമായ സംഭവം. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ആദ്യമായി കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി ഈ സംഭവത്തിലായിരുന്നു. നക്സലുകളെ പിടിക്കുന്നതിനായി പ്രവർത്തിച്ചു വന്ന കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് രാജൻ കൊല്ലപ്പെട്ടുവെന്ന് പോലീസ് പിന്നീട് സമ്മതിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ കേസിൽ കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതിന്റെ പേരിൽ അങ്ങനെ K. കരുണാകരന് മന്ത്രിസഭ ഒഴിയേണ്ടി വന്നു. K. കരുണാകരൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചപ്പോൾ AK ആന്റണി ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് AK ആന്റണി. ആന്റണി മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിയായി തന്നെ തുടർന്നു. തൊഴിലില്ലായ്മ വേതനം നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. 1977 ഉമ്മൻചാണ്ടിക്ക് സംഭവ ബഹുലമായ വർഷം തന്നെയായിരുന്നു. അതേ വർഷം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിവാഹവും. ബാങ്ക് ഉദ്യോഗസ്ഥയായ കരുവാറ്റ കുഴിത്താറ്റിൽ വീട്ടിൽ മറിയാമ്മയെ 1977 മെയ് 30-ന് ഉമ്മൻചാണ്ടി വിവാഹം ചെയ്തു. ഉമ്മൻചാണ്ടി മറിയാമ്മ ദമ്പതികൾക്ക് 3 മക്കൾ: മറിയ ഉമ്മൻ, ചാണ്ടി ഉമ്മൻ, അച്ചു ഉമ്മൻ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ചിക്കമംഗളൂരിൽ മത്സരിച്ച ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 1978 ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചു. ഏറെ വൈകാതെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ A ഗ്രൂപ്പ് രൂപീകരിച്ച് പാർട്ടി വിട്ട് ഇടതു മുന്നണിയിൽ ചേർന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ആന്റണി വിഭാഗം ഇടതുപക്ഷ മുന്നണിക്കൊപ്പം ചേർന്നപ്പോൾ ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതാവായി. അന്ന് UDF വിട്ട കേരള കോൺഗ്രസിലെ KM മാണി വിഭാഗത്തിന്റെയും കോൺഗ്രസ് പാർട്ടിയിലെ A ഗ്രൂപ്പിന്റെയും പിന്തുണയോടെ 1980 കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തി. EK നായനാർ മുഖ്യമന്ത്രിയായി. എന്നാൽ അടുത്ത വർഷം 1981 മാണി വിഭാഗവും കോൺഗ്രസ് A ഗ്രൂപ്പും ഇടതുമുന്നണി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് ചേക്കേറി. ഇതോടെ EK നായനാർ രാജിവെച്ചു. 1981 ഡിസംബർ 28-ന് K. കരുണാകരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിട്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ 2ാം ഊഴം. ഇക്കാലത്താണ് കേരള പോലീസിന്റെ യൂണിഫോമിന് പരിഷ്കാരങ്ങൾ ഉണ്ടാകുന്നത്. 1980 വരെ പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ എന്നിവർ ധരിച്ചിരുന്ന കാക്കിനിക്കറിന് പകരം പാൻസ് നിലവിൽ വന്നു. കോൺസ്റ്റബിൾമാർ ഉപയോഗിച്ചിരുന്ന കൂമൺ തൊപ്പിക്ക് പകരം എല്ലാവർക്കും പോലീസ് ക്യാപ്പ് എന്ന പുതിയ ഡിസൈനോടെ കേരള പോലീസിന്റെ യൂണിഫോം പരിഷ്കരിക്കപ്പെട്ടു. ലോനപ്പൻ നമ്പാടൻ കൂറുമാറിയതിനെ തുടർന്ന് 80 ദിവസത്തിന് ശേഷം 1982 മാർച്ചിൽ മന്ത്രിസഭ രാജിവെച്ചു. 7ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 1982 മെയ് 19-ന് നടന്നു. ആ തിരഞ്ഞെടുപ്പിൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയായുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തി. 1982 ഉമ്മൻചാണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി. സംഘടനാ പ്രവർത്തനത്തിൽ തന്റെ ശ്രദ്ധ പൂർണ്ണമായും അദ്ദേഹം കേന്ദ്രീകരിച്ചു. UDF കൺവീനർ എന്ന നിലയിൽ മുന്നണിയുടെ കെട്ടുറപ്പിനും പിൽക്കാല വിജയങ്ങൾക്കും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം നിർണായകമായി. 1982 കരുണാകരൻ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റ വയലാർ രവി മുഖ്യമന്ത്രി K. കരുണാകരനുമായുള്ള ഒരു വഴക്കിന്റെ പേരിൽ ഈ സ്ഥാനം രാജിവെച്ചു.
ഈ പ്രശ്നത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി മുന്നണി കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് 1991 കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ധനമന്ത്രിയായി. പാർട്ടിക്കുള്ളിൽ കരുണാകരൻ ആന്റണി വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ് ശക്തമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 1994 MA കുട്ടപ്പന് രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിൽ കരുണാകരനെ വെല്ലുവിളിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ചു. 2001 AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി വീണ്ടും UDF കൺവീനറായി. ഈ കാലഘട്ടത്തിൽ തന്നെ മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 3 വർഷത്തിന് ശേഷം 2004 ഓഗസ്റ്റ് 29 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് AK ആന്റണി രാജിവെച്ചു. തുടർന്ന് 2004 ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. മാറ്റങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ച കാലമായിരുന്നു അത്. ഈ അവസരത്തിലാണ് ജനസമ്പർക്ക പരിപാടി എന്ന പരാതി പരിഹരണ മാർഗം ഉമ്മൻചാണ്ടി നടപ്പിൽ വരുത്തുന്നത്. പ്രതിപക്ഷം ഇതിനെ രൂക്ഷമായി എതിർത്തെങ്കിലും പരിപാടി വൻ വിജയമായി. 2005 മെയ് 23 ഉദ്യോഗസ്ഥർക്കൊപ്പം വനത്തിലൂടെ നടന്ന് മറയൂർ കമ്പക്കല്ലിലെ 1040 കോടിയുടെ കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 2006 ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്ന 35ാമത് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേരള മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുന്നത്. 2006 മെയ് വരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടർന്നു. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ രാജിവെക്കുകയും VS അച്യുതാനന്ദന്റെ മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. 2011 ഏപ്രിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDFന് ഭൂരിപക്ഷം ലഭിക്കുകയും 2011 മെയ് 18 കേരളത്തിന്റെ 21ാമത് മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി 2ാം വട്ടം അധികാരമേൽക്കുകയും ചെയ്തു. പൊതുഭരണത്തിന് പുറമെ ആഭ്യന്തരം, വിജിലൻസ്, ശാസ്ത്ര സാങ്കേതികം, പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. എന്നാൽ പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് 2011 ഓഗസ്റ്റ് 9 ഇദ്ദേഹം വിജിലൻസ് വകുപ്പിന്റെ ചുമതല തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറി. 2012 ഏപ്രിൽ 12 നടന്ന കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പ് മാറ്റത്തെ തുടർന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി ഇദ്ദേഹം തിരുവഞ്ചൂരിന് കൈമാറി. എന്നാൽ മന്ത്രിസഭയിലെ ഈ അഴിച്ചുപണി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രതിഷേധ സ്വരങ്ങൾക്കിടയാക്കി. മുഖ്യമന്ത്രിയായിരുന്ന 2004-2006 കാലഘട്ടത്തിൽ താൻ നടപ്പാക്കിയ ജനസമ്പർക്ക പരിപാടി 2011-2016 കാലഘട്ടത്തിലും അദ്ദേഹം വിജയകരമായി നടപ്പിലാക്കി. ഇതിനെ രൂക്ഷമായി പ്രതിപക്ഷം എതിർത്തുവെങ്കിലും ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയായി സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി. ഐക്യരാഷ്ട്ര സംഘടന ആഗോളതലത്തിൽ പബ്ലിക് സർവീസിന് നൽകുന്ന പുരസ്കാരം 2013 മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിന് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്കായിരുന്നു അവാർഡ്. ബഹ്റിനിൽ നടന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങിയ ഉമ്മൻചാണ്ടി തിരിച്ചു വന്നിറങ്ങിയത് പ്രക്ഷുബ്ധമായ സമരങ്ങളുടെ നടുവിലേക്കായിരുന്നു. ഒക്ടോബർ 27 കേരള പോലീസ് അത്ലറ്റിക് മീറ്റിന്റെ സമാപനത്തിൽ പങ്കെടുക്കുവാൻ കണ്ണൂരെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ CPM പ്രവർത്തകരുടെ ആക്രമണമുണ്ടായി. വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് പരിക്കേറ്റു. വെറും 2 സീറ്റുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ഭരണമാരംഭിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഭീഷണികൾ ഒന്നുമില്ലാതെ 5 വർഷം തികച്ചു. എന്നാൽ ഇക്കാലത്ത് ഉയർന്നു വന്ന ബാർക്കോഴ സോളാർ കേസുകൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ബാർക്കോഴ കേസിൽ സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്ന കോടതി പരാമർശത്തെ തുടർന്ന് പ്രതിപക്ഷം ധനമന്ത്രി KM മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആരംഭിച്ചു. 2015 ബജറ്റ് അവതരണ വേളയിൽ നിയമസഭയ്ക്കുള്ളിൽ നടന്ന അക്രമങ്ങൾ നിയമസഭാ ചരിത്രത്തിലെ കറുത്ത ഏടായി രേഖപ്പെടുത്തുന്നു. ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ ഇടപാടുകൾ എല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് 2013 ജൂണിൽ മുഖ്യമന്ത്രിയുടെ പ്രധാന പേഴ്സണൽ സ്റ്റാഫുകളെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ കേസിൽ തട്ടിപ്പിനിരയായി ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട പ്രമുഖ വ്യവസായി ശ്രീധരൻ നായർ സരിതയോടൊപ്പം മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് നേരിട്ട് കാണുകയും അദ്ദേഹം നൽകിയ ഉറപ്പിൻ പ്രകാരമാണ് സോളാർ പദ്ധതിയിൽ വീണ്ടും പണം നിക്ഷേപിച്ചത് എന്നും കോടതിയിലും മാധ്യമങ്ങളോടും വെളിപ്പെടുത്തുകയുണ്ടായി.
ശ്രീധരൻ നായരെ കണ്ടിട്ടില്ല എന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിന്നീട് ശ്രീധരൻ നായർ ഓഫീസിൽ വന്നിരുന്നുവെന്നും ക്വാറി ഉടമകളുടെ പ്രശ്നം ചർച്ച ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും മാറ്റി പറഞ്ഞു. ഇത്തരം വെളിപ്പെടുത്തലുകളോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സ്ഥിതി രൂപപ്പെട്ടു. സോളാർ അഴിമതി ആരോപണങ്ങൾ തുടങ്ങി ലൈംഗിക ആരോപണവും വരെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വന്നു. ഈ ആരോപണങ്ങളെയെല്ലാം ഉമ്മൻചാണ്ടി ശക്തമായി തന്നെ നേരിട്ടു. 2016 ജനുവരി 25 തുടർച്ചയായ 14 മണിക്കൂർ ചോദ്യം ചെയ്യലിന് സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹാജരായി. സത്യം ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാൽ കേസിനെ കുറിച്ച് താൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി പലപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ മുൻ മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തതാണ് എന്ന് കേരള കോൺഗ്രസ് ബിയുടെ മുൻ നേതാവ് മനോജ് കുമാർ 2020 നവംബർ അവസാനം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ ആരോപണങ്ങളെയെല്ലാം ഒരു പുഞ്ചിരിയോടെ മാത്രം നേരിട്ട ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI സമർപ്പിച്ചു. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. എന്നാൽ ഉമ്മൻചാണ്ടിയെ വെറുമൊരു MLA ആയി മാത്രം ഇരുത്തുവാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായിരുന്നില്ല. കേരളവും പുതുപ്പള്ളിയും വിട്ട് എങ്ങോട്ടുമില്ല എന്ന വാശി കണക്കിലെടുക്കാതെ 2018 ആന്ധ്രയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി ഉമ്മൻചാണ്ടിയെ നിയമിച്ചു. ആ വർഷം തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്കും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 2019 ഉമ്മൻചാണ്ടിക്ക് അർബുദം സ്ഥിരീകരിച്ചു. തുടർന്ന് ജർമ്മനിയിൽ അദ്ദേഹം ചികിത്സ തേടി. 2020 നിയമസഭാ സാമാജികത്വത്തിന്റെ 50 വർഷം പൂർത്തിയാക്കി ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അപൂർവത കൂടി സൃഷ്ടിച്ചു. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന നേതാവെന്ന റെക്കോർഡിൽ എത്തുമ്പോഴേക്കും രോഗം അദ്ദേഹത്തെ അവശനാക്കി കഴിഞ്ഞിരുന്നു. അർബുദ ബാധയെ തുടർന്ന് ബംഗളൂരുവിലെ ചിന്മയ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 2023 ജൂലൈ 18 പുലർച്ചെ 4:25 അദ്ദേഹം അന്തരിച്ചു. ബംഗളൂരുവിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ച ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി. MC റോഡിന്റെ ഇരുവശങ്ങളിലും പതിനായിരങ്ങൾ തിങ്ങിക്കൂടി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചിലവിലാക്കിയതും ചിലവ് കുറഞ്ഞ രാജ്യാന്തര വിമാന സർവീസ് ആരംഭിച്ചതും കണ്ണൂർ എയർപോർട്ടും സ്മാർട്ട് സിറ്റിയും യാഥാർത്ഥ്യമായതും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും വിഴിഞ്ഞം തുറമുഖവും കൊച്ചി മെട്രോ സർവീസും നിർമ്മാണം ആരംഭിച്ചതും കർഷക തൊഴിലാളി പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം തുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും നൽകാൻ തീരുമാനിച്ചതും തുടങ്ങി മലയാളിക്ക് വിസ്മരിക്കാനാകാത്ത വികസനങ്ങൾ നൽകിയ ഉമ്മൻചാണ്ടിക്ക് കൃത്യമായ യാത്രയയപ്പ് നൽകുവാൻ കേരള ജനതയ്ക്ക് സാധിച്ചു. ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലെത്താൻ എടുത്തത് 30 മണിക്കൂറിലേറെ സമയമാണ്. മരണം കൊണ്ട് അവസാനിക്കുന്നതായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ചരിത്രമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. മലയാളികളുടെ പ്രിയപ്പെട്ട നേതാവായി ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി ഇന്നും ജീവിക്കുന്നു. അതുതന്നെയാണ് 6.5 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതത്തിലെ അദ്ദേഹത്തിന്റെ നീക്കിയിരിപ്പ്. ഏതൊരു നേതാവിന്റെയും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പിൻപറ്റുവാൻ വരും തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. ബി വെയർ, ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.